ദൈവത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ വിഷയം എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് പ്രാർത്ഥന കേൾക്കപ്പെടാത്ത സന്ദർഭങ്ങളുണ്ട്, എന്നാൽ അതുപോലെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭങ്ങളുണ്ട്. അതുപോലെ മറ്റു ചില കാര്യങ്ങളിലാണെങ്കിൽ ദൈവം നോ എന്ന് പറയുന്ന അവസരങ്ങളുണ്ട്. അപ്പം ഈ 3 കാര്യങ്ങളും ഇങ്ങനെ 3 സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഇതില് എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ എല്ലാവരുടെയും പ്രാർത്ഥന ശ്രവിക്കപ്പെടാറില്ല. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സാധിച്ച് കിട്ടാറില്ല. അപ്പം ഇതെന്തുകൊണ്ടാണ്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അത് എന്താന്ന് വെച്ചാൽ വിലാപങ്ങൾ 3:33 അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഈ ഒരു സത്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ദൈവം ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ദൈവം ഒരാളെയും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെയും പ്രാർത്ഥന കേൾക്കാതിരിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ട്? അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് നോക്കാം. ഇതില് ഫസ്റ്റ്, അതായത് പ്രാർത്ഥന കേൾക്കപ്പെടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. അതിലാദ്യം തന്നെ പറയാനുള്ളത് വിഗ്രഹാരാധകർ, അതായത് 1-ാം പ്രമാണ ലംഘനം. ദൈവമല്ലാതെ, യഹോവയാം ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അപ്പൊ ഈ 1-ാം പ്രമാണ ലംഘനം, അതുപോലെ ദുഷ്ടത പ്രവർത്തിക്കുന്നവര്, അഹങ്കാരികള്, അനീതി പ്രവർത്തിക്കുന്നവർ, ഇവരുടെ ഒന്നും പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നില്ല. അതാണ് സത്യം. ഇവർക്കൊന്നും ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം ലഭിക്കുമെന്ന് വിചാരിക്കണ്ട. എന്ന് മാത്രമല്ല, ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ല. സങ്കീർത്തനങ്ങൾ 50:16-17 ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിളിൽ അതിന്റെ തെളിവുകളുണ്ട്. അതായത് അതിന്റെ പല സന്ദർഭങ്ങളിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 50:16-17 എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു, എന്റെ നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെക്കുറിച്ച് ഉരിയാടാനോ നിനക്കെന്തു കാര്യം? നീ ശിക്ഷണത്തെ വെറുക്കുന്നു, എന്റെ വചനത്തെ നീ അവഗണിക്കുന്നു. അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക. അതായത് നമ്മളുടെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ നമ്മളോട് വന്ന് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളോട് എതിർത്ത് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കാനായിട്ട് വില്ലിങ് ആവോ? ഇല്ല. അപ്പം അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ അവര് എങ്ങനെയുള്ളവരാ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തത്? അവര് തിന്മ പ്രവർത്തിക്കുന്നവരാണെന്ന് വെച്ചാൽ അവര് പിശാചിന്റെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ തിന്മയുടെ ഒരു സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ. അങ്ങനെയുള്ളവര് അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും തിന്മ നിറഞ്ഞ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും. അത് ദൈവത്തിന് ഒരിക്കലും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. അപ്പൊ അതിനു പകരം ഇവിടെ ഒരു തിന്മയുടെ രാജ്യം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കില്ല. അപ്പം ഇനി അടുത്തത് ഏശയ്യ 1:15-19 നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. അപ്പം ദൈവം പറയുന്നത് ഈ ഒരു കണ്ടീഷൻ, അതായത് ഇങ്ങനെ ഒരു നമ്മൾ അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ, അതായത് നമ്മളുടെ ഇപ്പൊ ആരെങ്കിലും അങ്ങനെ തിന്മ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവര് പൂർണ്ണമായിട്ടും ആ തിന്മയിൽ നിന്ന് വിട്ടുമാറാനായിട്ട് മനസ്സ് കാണിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അവിടെ ബ്ലെസ് ചെയ്യും. അനുസരിക്കാൻ സന്നദ്ധ 19-ാമത്തെ വാക്യം, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ദുഷ്ടത കാണിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി അഹങ്കരിക്കുന്ന സുഭാഷിതങ്ങൾ 16:5 അഹങ്കരിക്കുന്നവനോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കയില്ല തീർച്ച. കണ്ടോ? അപ്പം ദൈവം വെറുക്കുന്ന ഒന്നാണ് അഹങ്കാരം. ഇനി അടുത്തത് ജെറമിയ 7:16
അത് വിഗ്രഹാരാധകരെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ വിഗ്രഹാരാധന, അതായത് ഇപ്പൊ മനഃപൂർവ്വമല്ലാതെ ഇപ്പൊ പലർക്കും സത്യദൈവത്തെ അറിയാതെ ചെയ്യുന്ന അബദ്ധങ്ങളെന്ന് പറയാൻ വേണമെങ്കിൽ അബദ്ധങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിലായിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ സത്യദൈവത്തെ അറിഞ്ഞ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കപ്പെടുന്ന ഒരാള് വിഗ്രഹാരാധനയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒഴികഴിവില്ല, പറയാനൊന്നുമില്ല. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും വിഗ്രഹാരാധനയിലേക്ക് പോകുന്നവർക്ക് ഏതെങ്കിലും ഒരു ഇതിൽ അവർ തട്ടി വീഴും, അവിടെ പ്രശ്നങ്ങളുണ്ടാവും, അവിടെ അവർക്ക് തകർച്ചകളിലേക്ക് പോകും. ആ സമയത്ത് അവര് കിടന്ന് നിലവിളിച്ചിട്ട് അവിടെ ദൈവം കേൾക്കണമെന്നില്ല. അപ്പം കാര്യം അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അതിന് മാപ്പ് പറഞ്ഞ് ദൈവത്തോട് രമ്യതപ്പെട്ട് പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിലേക്ക് പോകാനായിട്ട് ഇടവരരുത്. ജെറമിയ 7:16 പറയുന്നത് എന്താണ്? അത് ഇപ്പൊ നമ്മള് അവിടെ അങ്ങനെ ഒരു സന്ദർഭത്തില് തകർച്ചയിലേക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ 1-ാം പ്രമാണ ലംഘനമൊക്കെ ചെയ്തിട്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒത്തിരി പേര് പ്രാർത്ഥന നമ്മൾ മധ്യസ്ഥത ആവശ്യപ്പെടുവാണ്. ഇപ്പം നന്നായി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ല ഇപ്പൊ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛനോടൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പോലും അവിടെ ദൈവം അവരുടെ പ്രാർത്ഥന ശ്രവിക്കുന്നില്ലെന്നാ പറയുന്നത്. അവരോട് പ്രാർത്ഥിക്കരുതെന്നാ ദൈവം പറയുന്നത്. ജെറമിയ 7:16 ഈ ജനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട, അവർക്ക് വേണ്ടി എന്റെ മുൻപിൽ നീ മാധ്യസ്ഥം പറയരുത്, ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. ജെറമിയ 11:13-14 വീണ്ടും പറയുന്നു, യൂദാ, നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാർ പെരുകിയിരിക്കുന്നു, അതുകൊണ്ട് നീ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത്. വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കേണ്ട സന്ദർഭങ്ങളാണ്. അതായത് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥന ശ്രവിക്കപ്പെടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിൽ നിന്നും പിന്മാറിയേ പറ്റൂ. അതല്ലെങ്കിൽ അത് ദൈവത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടെ അതായത് ഇപ്പോൾ ഒരു സൺലൈറ്റ് ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കാം? അവിടെ സൺലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി കോമ്പണൻസ് ഉണ്ട്. അതായത് വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേസ് ഉണ്ട്, UV റേസ് ഉണ്ട്, അതുപോലെ സോളാർ ഫ്ലെയർസിന്റെ സമയത്ത് ഗാമ റേസ് ഉണ്ട്. പക്ഷേ സൺലൈറ്റ് ഈ ഭൂമിന്റെ അറ്റ്മോസ്ഫിയറിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ അത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതായത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഈ സൺലൈറ്റിനെ ഫിൽട്ടർ ചെയ്തിട്ട് ഭയങ്കര കുറച്ച് ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ഒന്നും അതിന്റെ അതേ അളവിൽ തന്നെ ഒന്നും ഭൂമിയിലേക്ക് എത്തുന്നില്ല. അപ്പം ഇതുപോലെ നമ്മളുടെ പ്രാർത്ഥന നല്ലതാണെങ്കിലും മാത്രമേ അത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുന്നുള്ളൂ. അതല്ലെങ്കിൽ അത് ഈ സ്കാറ്റർ ചെയ്ത് പോകുന്ന പോലെ അതിങ്ങനെ പോയി അവിടെ എത്തുന്നില്ല. അതാണ് സത്യം, അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരു ദുഷ്ടത പ്രവർത്തിക്കുന്നവര് നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതും കൂടി മനസ്സിലാക്കിയിരിക്കണം. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആ പ്രാർത്ഥന ശ്രവിക്കപ്പെടുന്നില്ല, അവിടെ എത്തുന്നില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദുഷ്ടത കാണിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു അഹങ്കാരം പ്രവർത്തിക്കുന്നവര്, അനീതി പ്രവർത്തിക്കുന്നവര്, വിഗ്രഹാരാധനയിലേക്ക് പോകുന്നവരെല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണം, തിരിച്ചു വരണമെന്നാണ്. ഒരാളും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശു തന്നെ ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനായിട്ടാണ്. എസെക്കിയേൽ 33:11 എന്താ പറയുന്നത്? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണേ ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. കണ്ടോ, ദൈവം ആഗ്രഹിക്കണില്ല ഒരിക്കലും ഒരു ദുഷ്ടത പ്രവർത്തിക്കുന്നവര്, തിന്മ പ്രവർത്തിക്കുന്നവര് അവരുടെ ദുഷ്ടതയിൽ അല്ലെങ്കിൽ ആ തിന്മയിൽ മരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കണില്ല. അതിൽ നിന്ന് നമ്മൾ പിന്മാറണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പോൾ അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഓരോ വ്യക്തികളുടെയും ഡിസിഷനാണത്. അത് ഓരോ വ്യക്തികളുടെയും ചോയ്സ് ആണ്. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സംശയിക്കുന്നവന്, അതായത് വിശ്വാസമില്ലാത്തവന് ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കുന്നില്ല. അതെവിടെയാ പറഞ്ഞിരിക്കുന്നത്? മർക്കോസ് 6:5-6 6-ാമത്തെ അധ്യായം
വാക്യങ്ങൾ 5-6. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. ഇത് മത്തായി 13:58 ഈ സെയിം കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചിന്തിക്കുക, അത് എന്തുകൊണ്ട് യേശുവിന് അവന് കഴിഞ്ഞില്ലെന്നാ പറയുന്നത്. അവന് അവിടെ മറ്റത്ഭുതമൊന്നും ചെയ്യാൻ അവന് സാധിച്ചില്ല. യേശുവിന് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല. അപ്പൊ എന്തുകൊണ്ടാണ്? കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇവിടെ നമുക്ക് വീട്ടിൽ കറണ്ട് ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു ലൈറ്റ് വേണമെങ്കിൽ നമ്മളൊരു സ്വിച്ച് ഓൺ ആക്കണം. അതല്ലാതെ കറണ്ട് ഇവിടെ ഉണ്ട്, പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ലൈറ്റ് കിട്ടൂല, അല്ലെങ്കിൽ ഫാൻ കിട്ടില്ല, അപ്പം കാറ്റ് കിട്ടില്ല. നമ്മൾക്ക് ആ സ്വിച്ച് അപ്പോൾ കറക്റ്റ് ആ സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ നമ്മൾക്ക് കറണ്ട് ലൈറ്റ് ആണോ അല്ലെങ്കിൽ ഫാൻ ആണോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ. ഇനി അതുപോലെ ഇപ്പോൾ ഒരു ലോക്കർ, ഇപ്പം നമ്മൾ ബാങ്കിലൊക്കെ ലോക്കർ എടുക്കും. ലോക്കറിൻ്റെ കീ വരുമ്പം ബാങ്കുകാരുടെ കയ്യിലൊരു കീ ഉണ്ടാവും, നമ്മുടെ കയ്യിലൊരു കീ ഉണ്ടാവും. അപ്പം ബാങ്കിലെ കീ മാത്രം അവർ ആദ്യം എന്ത് ചെയ്യുക, അവരുടെ കീ വന്നിട്ട് അവർ അതിട്ടിട്ട് ഓപ്പൺ ചെയ്ത് തരും. നമുക്കിപ്പോൾ ഒരു ലോക്കർ ഓപ്പൺ ചെയ്യണം എങ്കിൽ അവരുടെ കീ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് തരും. പക്ഷേ ആ കീ വെച്ച് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അവർ ഓപ്പൺ ചെയ്യണൊപ്പം നമ്മളുടെ കീയും കൂടി ഇട്ടാൽ മാത്രമേ ആ ലോക്കർ ഓപ്പൺ ആവുള്ളൂ. അതുപോലെ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ മനസ്സുണ്ട്, അവിടെ യേശുവിന് പ്രവർത്തിക്കാൻ മനസ്സുണ്ട്. യേശു അവിടെ യേശുവിന് അവിടെ ശക്തി പ്രവർത്തിക്കാൻ പറ്റും, വില്ലിങ് ആണ്. പക്ഷേ നമ്മളും കൂടി നമ്മുടെ കീയും കൂടി ഇട്ടാലേ ഓപ്പൺ ആകുള്ളൂ എന്നുള്ള പോലെ നമ്മളും കൂടി അവിടെ മനസ്സ് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് ആ ഒരു രീതിയിലേക്ക് ആ വിശ്വാസത്തിലേക്ക് വന്നാലും മാത്രമേ അവിടെ നമ്മളുടെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ രോഗശാന്തി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം നടക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. യാക്കോബ് 1:7-8 എന്താ പറയുന്നത്? സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. കണ്ടോ? അപ്പം നമ്മൾ വിശ്വസിച്ചേ മതിയാവും. വിശ്വസിച്ചാൽ മാത്രമേ കാര്യങ്ങൾ സാധിക്കുള്ളൂ. അതായത് നമ്മുടെ ചിന്തയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് തോന്നും അത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ യേശു എന്താ പഠിപ്പിക്കുന്ന? മർക്കോസ് 10:27 മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. യേശു തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. മർക്കോസ് 11:24 എന്താ പറയുന്ന? നമ്മളൊരു കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ആ ഒരു വിശ്വാസത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ ചോദിച്ചാൽ ലഭിക്കില്ല. അപ്പം മൂന്നാമത്തെ പോയിന്റ് അതാണ്. ചില ആളുകൾ ചോദിക്കുന്ന അവരുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താനാവും. യാക്കോബ് 4:3-4 അതായത് ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. കണ്ടോ? യാക്കോബ് 1:13-16 പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട കുടുക്കിലാകുമ്പോഴാണ്. കണ്ടോ? അപ്പൊ ദുരാശകള്, ദുർമോഹങ്ങള് അതിനു വേണ്ടി ചോദിച്ചാൽ ദൈവം തരില്ല. ഇപ്പോൾ കുട്ടികൾ വാശി പിടിച്ച് കരയും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് അവർക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അപ്പം നമ്മളത് കൊടുക്കോ? ഇല്ല. അപ്പം അതുപോലെ ആവശ്യമില്ലാതെ നമ്മൾ ദൈവത്തെ ഇങ്ങനെ എന്താ പറയുക, ദുരാശകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദുർമോഹങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. എന്നിട്ട് ദൈവത്തെക്കുറിച്ച് ദൈവത്തോട് പരാതി പറയുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിൽ കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആക്ച്വലി കാര്യം എന്ന് വെച്ചാൽ നമുക്കെല്ലാം ദൈവവുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, എല്ലാം നമ്മൾക്ക് ഷെയർ ചെയ്യാം, പക്ഷെ ഓപ്പൺ ആയിട്ട് എല്ലാം പറയാം. അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മൾ ജസ്റ്റ് കൃമിക്ക് തുല്യരായ മനുഷ്യരാണെന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഭയം, ഭക്തി, ആദരം ഇത് മൂന്നും നമ്മുടെ സന്നിധിയിൽ
നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം ദൈവത്തോടുള്ള ഭയം, ഭക്തി, ആദരം. ദൈവത്തോടുള്ള ആരാധന ഭയഭക്തി ആദരങ്ങളോട് സമർപ്പിക്കാം എന്ന് പറയണം. ഭയം, ഭക്തി, ആദരം 3 കാര്യം വേണം. റെസ്പെക്ട് വേണം. നമുക്ക് റെസ്പെക്ട് ഇല്ലാതെ നമ്മളൊന്നും. ഇപ്പൊ അബ്രഹാം ദൈവത്തോട് സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് അബ്രഹാം സംസാരിച്ചത്? വളരെ റെസ്പെക്റ്റോടെ. അതുപോലെ ആയിരിക്കണം നമ്മളും. എത്ര ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ എത്ര എന്തൊക്കെ നമ്മളെല്ലാം ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ റെസ്പെക്ട് നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഭക്തി, ആദരം, പേടി, ഇതൊക്കെ പേടി വെച്ചാൽ സ്നേഹത്തോടെയുള്ള ഒരു ഭയം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പം 3ാമത്തെ പോയിന്റ് അതാണ്. ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ ചോദിച്ചാൽ ലഭിക്കില്ല. ഇനി 4ാമത്തെ പോയിന്റ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുന്നു, കഷ്ടതകൾ വരുന്നു, പെട്ടെന്ന് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ വഴികളൊന്ന് പരിശോധിക്കുക, ഒന്ന് തിരിഞ്ഞു നോക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ദൈവത്തിന് അപ്രീതികരമായിട്ട് ചെയ്തിട്ടുണ്ടോ? അത് നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്ന പോലെ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ഒന്നും ദൈവസന്നിധിയിൽ എത്തില്ല. കാര്യം ചില കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിൻ്റെ ശിക്ഷയാകാം നമ്മൾക്ക് കിട്ടുന്ന ബാക്കിയുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം. അപ്പം അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിലാപങ്ങൾ 3 ചാപ്റ്റർ 3 40-41 എന്താ പറയുന്ന? നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. കണ്ട, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിങ്കിലേക്ക് തിരിയുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വഴികൾ ക്ലിയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യുള്ളൂ. ഇനി വിലാപങ്ങൾ 3:31-32 എന്താ പറയുന്നത്? എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അപ്പോൾ ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ പോലും നമ്മൾ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ പരിശോധിക്കാതെ ദൈവത്തോട് മറുതലിക്കാൻ പോകരുത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ബ്ലെസ് ചെയ്യണമെന്ന് തന്നെയാണ്. പക്ഷേ എവിടെയാണോ നമ്മൾ ക്ലിയർ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടത്, ആ ഭാഗം ക്ലിയർ ചെയ്യാതെ നമ്മൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടില്ല. അപ്പം അത് നമ്മൾ ഫസ്റ്റ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം മാത്രമേ ദൈവത്തിൻ്റെ നമുക്ക് ബ്ലെസ്സിങ് കിട്ടുള്ളൂ. അതുപോലെ നമ്മൾ സ്വയം പരിശോധിക്കുമ്പോൾ സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോടെ വേണം നമ്മളെ തന്നെ പരിശോധിക്കാൻ. അല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ദൈവം എന്നോട് എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങളൊന്നും നമ്മിൽ നിന്നും ഉണ്ടാകരുത്. ഒരിക്കലും ഉണ്ടാകരുത്. കാരണം ദൈവം നീതിമാനാണ്. ദൈവം ഒരിക്കലും നീതികേടായി പ്രവർത്തിക്കണില്ല. അപ്പോൾ ഒരിക്കലും ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്നാൽ എന്നോട് ദൈവം ഇങ്ങനെ ചെയ്തല്ല, ദൈവം അങ്ങനെ ഒരിക്കലും ദൈവത്തോട് നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ഒരിക്കലും അങ്ങനെ ഒരു കംപ്ലൈന്റ് പറയാൻ ഇടവരരുത്. കാര്യം എന്ന് വെച്ചാൽ ദൈവം നീതിമാനാണ്, പരിശുദ്ധനാണ്, സർവശക്തനാണ്. ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. സങ്കീർത്തനങ്ങൾ 46:10 എന്താ പറയുന്ന? മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. കണ്ടോ, അവിടെ നമ്മൾ ആരോടെ സംസാരിക്കുന്ന നമ്മൾ ഒരിക്കലും ദൈവത്തോട് മറുതലിക്കാൻ പോകരുത്. അപ്പം അതാണ് 4ാമത്തെ പോയിന്റ്. ഇനി 5ാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ദൈവഹിതത്തിനനുസരിച്ച് ചോദിക്കുക. 1 യോഹന്നാൻ 5:14 അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. എങ്ങനെ? അവന്റെ ഇഷ്ടത്തിനനുസൃതമായി. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ദൈവം ഓരോ വ്യക്തികളെയും സൃഷ്ടിച്ചേക്കുന്നത്, ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന് അതിൻ്റെതായ ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പദ്ധതിയുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ചോദിക്കുന്നെങ്കിൽ അത് നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പൊ അതാണ് ദൈവഹിതത്തിനനുസരിച്ച് ചോദിക്കുക. ഇനി 6ാമത്തെ പോയിന്റ്, മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മത്തായി 5:23-24
നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ നമ്മളോടും ക്ഷമിക്കപ്പെടില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തണമെന്നില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന്. നിന്റെ സഹോദരന് അവിടെ അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പൊ ആരാണ് എൻ്റെ സഹോദരൻ, സഹോദരി, അമ്മ? യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ദൈവഹിതം അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നവരാണ് ഒരു ദൈവമക്കളുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ അവരുടെ അമ്മ, സഹോദരൻ, സഹോദരി എന്നൊക്കെ പറയുന്നത്. അപ്പം നിന്റെ സഹോദരൻ അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ, നമ്മൾ തെറ്റി ചെയ്തല്ല, അവർക്ക് എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ അതുപോലെ നമ്മൾ അവിടെ അവരോട് പോയിട്ട് മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു ശത്രുവിനോട് ക്ഷമിക്കണം, ശത്രുക്കളോട് നമ്മൾ ക്ഷമിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം. പക്ഷെ ശത്രുവിന്റെ അടുത്ത് പോയിട്ട് തല വെച്ച് കൊടുക്കാനായിട്ട് അവിടെ പറയുന്നില്ല. അപ്പൊ അത് നമ്മൾ വിവേകപൂർവ്വം ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. അത് എനിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുവാണെങ്കിൽ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കാം. അപ്പം ഇവിടെ ഇത് ഓർക്കുക, മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇനി 7ാമത്തെ പോയിന്റ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. പ്രവൃത്തി കൂടാതെ നമ്മൾ അവിടെ വിശ്വസിക്കുന്നു, എനിക്കത് ലഭിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലഭിക്കണമെന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ വിശ്വാസത്തെ ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. അതായത് വിശ്വസിക്കാൻ മാത്രമല്ല, നമ്മൾ പ്രവർത്തിക്കുക കൂടി ചെയ്യണം. ഇപ്പോൾ ഒരു കുട്ടി അത് എക്സാമിന് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ പഠിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ അത് ശരിയാണോ? അല്ല. അവിടെ പ്രവർത്തിക്കുകയും വേണം. അതായത് പഠിക്കണം, പഠിച്ചിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അതുപോലെ നമ്മളൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ദൈവം എല്ലാം ചെയ്തു തരും എന്ന് പറയുന്നത് വിശ്വാസത്തെ ദുർവിനിയോഗം ചെയ്യുന്ന പോലെ ഇരിക്കും. ഇപ്പൊ യാക്കോബ് 2:14-17 എന്താ പറയുന്ന? എന്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കുവാൻ കഴിയുമോ? ഇപ്പൊ ഒരാൾക്ക് ജോലി വേണം, പക്ഷെ ജോലിക്കൊന്നും അന്വേഷിക്കുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് ജോലി വരുമെന്ന് പറഞ്ഞിരുന്നാൽ അത് ശരിയാണോ? അല്ല. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ടത് നമ്മൾ പ്രവർത്തിക്കാം. വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിയും വേണം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതുപോലെ യാക്കോബ് 2:15-16 ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, നമ്മൾ അവരോട് പോയിട്ട് അത് നീ വിശ്വസിച്ചാൽ മതി നിനക്ക് കിട്ടും, അങ്ങനെയല്ല. നമ്മൾക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു നന്മ നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇപ്പൊ യാക്കോബ് 2:15-16 എന്താ പറയുന്നത്? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? നീ വിശ്വസിച്ചാൽ മതി നിനക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാണോ വിടേണ്ടത്? അല്ല. അവർക്ക് എന്താണോ ആ സമയത്ത് ആവശ്യം അത് നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാവണം. അതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അപ്പം വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസത്തെ ദുർവിനിയോഗം ചെയ്യരുത്. ആ ഒരു പോയിന്റും കൂടി മനസ്സിലാക്കിയിരിക്കുക. വിശ്വാസം എന്താണെന്ന്, അത് ഏത് സമയത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതാണ്, അതൊക്കെ നമ്മൾ വിവേകപൂർവ്വം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി 8ാമത്തെ പോയിന്റ്, യേശുവിന്റെ നാമത്തിൽ ചോദിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. യോഹന്നാൻ 14:12-14 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അപ്പം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുക എന്നുള്ളത് പിതാവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. യോഹന്നാൻ 16:23-24 നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. നമ്മുടെ യേശു നമുക്ക് വേണ്ടി ദൈവപുത്രനായിരുന്നിട്ടും നമുക്ക് വേണ്ടി മരിക്കാനായിട്ട് സന്നദ്ധത കാണിച്ചു. അതുപോലെ
നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഇപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം പറയുന്നു. അപ്പം യേശു അല്ലാതെ വേറെ ആരാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് ഇത്രയധികം എന്താ പറയാ അടുത്ത് ദൈവത്തോടെല്ലാം നമ്മൾക്ക് വേണ്ടി യാചിക്കാനും എല്ലാം ചെയ്യാൻ പറ്റുന്നത്? അപ്പം യേശുവിന്റെ നാമത്തിൽ ദൈവം എന്താ ചെയ്തേക്കുന്നത്? എല്ലാം യേശുവിന്റെ കാൽ കീഴ്, സമസ്തവും അവന്റെ കാൽ കീഴിയാക്കിയിരിക്കുന്നു. വിധിക്കുന്നതും വിധിയും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം എല്ലാത്തിനും അധികാരം ആർക്കാണുള്ളത്? യേശുവിന്. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ചോദിക്കണം എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. നമ്മളും അത് തന്നെ ചെയ്യണം. യേശുവിൻ നാമത്തിൽ ചോദിക്കണം. അപ്പൊ അതാണ് 8ാമത്തെ പോയിന്റ്. ഇനി 9ാമത്തെ പോയിന്റ്, അതിൽ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പം അതിനു മുൻപ് ആ ഒരു പോയിന്റ്, ആ ഒരു വാക്യം ഞാൻ വായിക്കാം. യോഹന്നാൻ 15:7, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഇത് യേശു പറഞ്ഞേക്കുന്ന വാക്യങ്ങളാണ്. അപ്പം നിങ്ങൾ എന്നിൽ വസിക്കുക എന്ന് വെച്ചാൽ യേശുവിൽ വസിക്കുക. മുന്തിരിച്ചെടിയിലെ ശാഖകൾ പോലെ ബ്രാഞ്ചസിന് അവിടെ നിന്ന് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ബ്രാഞ്ചസ് ഇല്ല, അത് ഉണങ്ങിപ്പോവും. അപ്പം അതിന്റെ ഈ മുന്തിരിച്ചെടിയിൽ പറ്റിച്ചേർന്നിരുന്നാലേ, ആ സ്റ്റെമ്മിനോട് ചേർന്നിരുന്നാലേ അതിന് വെള്ളം വളമൊക്കെ കിട്ടുള്ളൂ, അത് ഫലം പുറപ്പെടുവിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ യേശുവില് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് പറ്റിച്ചേർന്നിരുന്ന് വളരണം. ഇനി അടുത്തത്, യേശുവിന്റെ വചനം നമ്മിൽ നിലനിൽക്കണം. എന്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ. ഇപ്പൊ യേശുവിന്റെ വചനം എന്ന് പറയുമ്പോൾ യേശു ഒത്തിരി കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം സാരാംശം എന്ന് പറയുന്നത് 2 പോയിന്റിലാണ് യേശു പറഞ്ഞിട്ടുണ്ട്. അതായത്, ഒന്ന്, നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. എന്ന് വെച്ചാല് നമ്മൾ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു വസ്തുവിന് യേശുവിനെ ദൈവത്തെക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്താൽ അത് വിഗ്രഹാരാധനയിലേക്ക് പോകും. അതൊരു പക്ഷേ സമ്പത്താകാം, അല്ലെങ്കിൽ പ്രശസ്തി, അല്ലെങ്കിൽ വേറെ അച്ചീവ്മെന്റ് ആവാം, എന്തോ ആവാം, ജോലിയാകാം, അല്ലെങ്കിൽ മനുഷ്യരാകാം, എന്തോ ആവട്ടെ. ദൈവത്തെക്കാളുപരി ഇമ്പോർട്ടൻസ് എന്തിനു കൊടുക്കുന്നു? അത് വിഗ്രഹാരാധനയിലേക്ക് തന്നെ, അതും ഒരു വിഗ്രഹാരാധന തന്നെയാണ്. അപ്പൊ അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാല് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് എന്തിനു കൊടുത്താലും അത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. അപ്പം ഇതാണ് യേശു പഠിപ്പിച്ച യേശുവിന്റെ വചനം എന്ന് പറയുന്ന ഒന്ന്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ. കണ്ടോ? അപ്പം ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മൾ ദൈവത്തെ ആരാധിക്കാം. 2ാമത്തേന്ന് പറയുന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ നമ്മൾ യോഹന്നാന്റെ ലേഖനങ്ങളിലൊക്കെ നോക്കിയാൽ അതിന്റെ എല്ലാം ചുരുക്കം എന്ന് പറയുന്ന സ്നേഹം. അപ്പം നമ്മൾ സ്നേഹിക്കുക. യേശു പഠിപ്പിച്ച കുറെ ഉപമകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ധൂർത്തപുത്രന്റെ ഉപമ, അല്ലെങ്കിൽ ഇപ്പം ആരാണ് നിന്റെ അയൽക്കാരൻ. ഇതിലെല്ലാം എല്ലാത്തിന്റെയും കണ്ടന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങളാണ്. ദൈവത്തെ സ്നേഹിക്കുക, അതും പൂർണ്ണ ഹൃദയത്തോടെ, ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻസ് ദൈവത്തിന് കൊടുക്കുക. പിന്നെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ വചനങ്ങള് നമ്മൾ പാലിക്കാനായിട്ട് തയ്യാറാകണം. എങ്ങനെയുള്ളവരാണ് യേശുവിന്റെ വചനം അനുസരിക്കുക? യോഹന്നാൻ 14:23-24, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പം യേശുവിനെ സ്നേഹിച്ചാൽ മാത്രമേ ഇത് നമ്മൾ ചെയ്യുള്ളൂ. യേശുവിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വചനങ്ങളെല്ലാം പാലിച്ചിരിക്കും. അപ്പം നമ്മൾ യേശുവിന്റെ സ്നേഹിതനായി മാറുക. എങ്ങനെ? നമ്മൾക്കിപ്പോൾ പറയാൻ പറ്റും ഞാൻ യേശുവിന്റെ സ്നേഹിതനാണ്. പക്ഷേ അത് നമ്മൾ പറഞ്ഞാൽ പോരാ, അത് യേശുവിനും കൂടി തോന്നണം ഞാൻ യേശുവിന്റെ സ്നേഹിതനാണ്, അല്ലെങ്കിൽ ഇവള് ഇന്ന ആള് യേശുവിന്റെ സ്നേഹിതയാണ് എന്ന് യേശുവിനും കൂടി ബോധ്യപ്പെടണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ യേശുവിന്റെ വചനങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പാലിക്കാനായിട്ട് തയ്യാറാകണം. മത്തായി 6:33 വേറൊരു ഭാഗം പറയുന്നുണ്ട്. അതായത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. സത്യത്തില് നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവത്തിന് അറിയാം നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന്.
നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇത് നമ്മൾ ചെയ്യാനായിട്ടുള്ള മനസ്സ് കാണിക്കണം. ഇനി അടുത്ത ഒരു സന്ദർഭം ഞാൻ പറഞ്ഞു, പ്രാർത്ഥന കേൾക്കപ്പെടാത്ത സന്ദർഭങ്ങളെ കുറിച്ചാണ് ഇപ്പം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനി പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ വിചാരിക്കുന്നു കേൾക്കുന്നില്ലെന്ന്, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കാം, ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലേ. ഇപ്പൊ സഭാപ്രസംഗകൻ 1/3 എന്താ പറയുന്ന, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. നമ്മൾ ദൈവം ഓരോന്നും അതിൻ്റെതായ ഒരു പദ്ധതി ലക്ഷ്യത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു സമയം വരണം. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല, അത് അതിൻ്റെതായ സമയത്ത് മാത്രമേ അവിടെ അത് സംഭവിക്കുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. 1 പത്രോസ് 5:6 ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നമ്മളുടെ ഡ്യൂട്ടി എന്താ? നമ്മൾ ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. സമയം വരുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഉയർത്തും. അപ്പൊ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മുടെ ഇനി ഇത്രയും സമയമായാലും, ഇത്രയും എൻ്റെ ജീവിതം അവസാനിക്കാറായി, ഇനി ഇതെങ്ങനെ സംഭവിക്കും? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, 2 പത്രോസ് 3:8-9 വാക്യങ്ങള്, പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അപ്പൊ ദൈവത്തിന് ഉയർത്താൻ ഒരു നിമിഷം മതി. അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന് താഴ്ത്താനും ഒരു നിമിഷം മതി. അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഉയർച്ച പ്രാപിക്കാൻ അല്ലെങ്കിൽ അവരെ ദൈവം ഉയർത്താൻ ഒരു നിമിഷം മതി. ഇപ്പോഴുള്ള ഈ അവസ്ഥകളൊക്കെ മാറും. അതൊക്കെ നമ്മൾ ദൈവത്തിന്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മൾ ഉയർത്തും. യാക്കോബ് 4:10 കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് ഉപകരിക്കുന്നതാവാം. എന്ന് വെച്ചാൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, യേശു കുരിശുമരണത്തിന്റെ സമയത്ത് ഗെത്സമനിൽ അതിനു മുൻപ് ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ലൂക്ക 22:42 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ എന്താ പറയുന്നത്? പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. യേശു പിതാവിനോട് അപേക്ഷിക്കുകയാണ്. അത്രയും മനോവിഷമത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് യേശു ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത് മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഒരു സംഭവമാണ്. അപ്പം അവിടെ ദൈവം അത് മാറ്റുമല്ല ചെയ്യുന്ന, പകരം ദൈവം അവിടെ യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ്. ഒരു ദൂതനെ അയച്ച് അവനെ ശക്തിപ്പെടുത്തി. കഴിഞ്ഞ നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യമാണ്. അവിടെ നിന്ന് ഒരു ദൂതനെ അയച്ച് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചോദിച്ചിട്ട് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അത് മാറ്റപ്പെടുന്നില്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തിയും കൂടി തരും. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ മാത്രമല്ല, അത് അവസാനം ദൈവ മഹത്വത്തിനായിട്ട് തീരുകയും ചെയ്യും. ഇനി ലാസറിന്റെ മരണം, യോഹന്നാൻ 11:4 ലാസർ മരിക്കാൻ പോകുന്നല്ലേ ലാസർ സുഖമില്ലാതെ കിടക്കുന്ന രോഗിയാണെന്ന് പറഞ്ഞിട്ട് ലാസറിന്റെ സിസ്റ്റേഴ്സ് മാർത്ത മറിയ രണ്ടുപേരും യേശുവിന്റെ അടുത്തേക്ക് ആളയക്കുവാണ്. അപ്പൊ യേശുവിനറിയാം ലാസർ മരിക്കുമെന്ന്. അപ്പം പക്ഷെ യേശു ആ സമയത്ത് രോഗത്തിൽ നിന്ന് അവനെ മാറ്റുമല്ല ചെയ്യുന്ന, പകരം ലാസർ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് യേശു അവിടെ എത്തുന്നത്. അപ്പം എന്താണ് അതിനെക്കുറിച്ച് യേശു പറയുന്നത്? അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ സംഭവിച്ചത് അത് തന്നെയാണ്. ദൈവമഹത്വത്തിനായിട്ട് അത് തീർന്നു. ഇനി ഉൽപ്പത്തി 4:45 പറയുന്നുണ്ട്. അതായത് ജോസഫിന് ഈജിപ്തിലേക്ക് ജോസഫിന്റെ ബ്രദേഴ്സ് വിറ്റുകളഞ്ഞു ഈജിപ്ഷ്യൻസിന്. അപ്പം അവിടെ ഒത്തിരി കഷ്ടങ്ങളിലൂടെ ഈ ജോസഫ് കടന്നു പോകുന്നുണ്ട്.
പക്ഷേ ഇതെല്ലാം ജോസഫിന്റെ അവസാനം എന്തായിട്ട് വരുവാണ്? ജോസഫിന്റെ ഉയർച്ചയ്ക്കും അതുപോലെ നന്മയ്ക്കായിട്ട് ദൈവം തീർക്കുകയാണ്. ജോസഫ് എന്താ പറയുന്ന? എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. കണ്ടോ? അപ്പം ഈ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾക്ക് ആദ്യമെല്ലാം ഈ നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ ഭയങ്കര കഷ്ടമായിട്ടൊക്കെ തോന്നും. പക്ഷെ അവസാനം അത് നന്മയ്ക്കായിട്ടും ഉയർച്ചയ്ക്കായിട്ടും ദൈവമഹത്വത്തിനായിട്ടും തീരുന്നുണ്ട്. അപ്പം ഇതാണ് അടുത്ത പോയിന്റ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നോ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ചില സമയത്ത് ദൈവം നോ എന്ന് തന്നെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദൈവം നമ്മളുടെ ഫ്യൂച്ചർ അറിയുന്നു, നന്മ തിന്മകളെല്ലാം അറിയുന്നു. അപ്പം നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് നമ്മളുടെ നന്മയ്ക്കായിട്ടാണോ, അതായത് നമ്മുടെ ഫ്യൂച്ചറിന് ഉപകരിക്കുന്നതാണോ എന്ന് നമ്മൾക്കറിയില്ല. പക്ഷെ ദൈവത്തിന് അത് വ്യക്തമായിട്ട് അറിയാം. സുഭാഷിതങ്ങൾ 14:12 എന്താ പറയുന്ന? ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. നമുക്ക് ശരിയെന്ന് തോന്നും, പക്ഷെ അത് നമ്മൾക്ക് നല്ലതിനായിരിക്കില്ല. ഇപ്പം കുഞ്ഞു കുട്ടികൾ സിസേഴ്സ് വേണം അല്ലെങ്കിൽ നൈഫ് വേണോന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നമ്മളത് കൊടുക്കുമോ? ഇല്ല. കാര്യം എന്താണ്? അത് കൊടുത്താൽ അത് അവർ കൈയൊക്കെ മുറിക്കും. അപ്പൊ അതിന്റെ അപകടം നമുക്കറിയാം. അതുപോലെ ദൈവം ചില കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾക്കത് നല്ലതിനായിരിക്കില്ല. അപ്പൊ ദൈവം അത് നോ പറയും. അത് ദൈവമക്കളുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കും. പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ദൈവത്തോട് നമ്മൾ കൂടുതലായിട്ട് അടുക്കുന്നതിനും അത് കാരണമായി തീരുന്നുണ്ട്. ഇപ്പം 2 കൊറിന്ത്യൻസ് 12:7-10 പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. അതെന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. കണ്ടോ? നിനക്ക് എന്റെ കൃപ മതി. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. കണ്ടോ? അവിടെ പൗലോസിന്റെ ആവശ്യപ്പെട്ട കാര്യം ദൈവം അത് മാറ്റിക്കൊടുക്കുകയല്ല. പകരം പൗലോസിനോട് ദൈവം എന്താ പറയുന്നത്? നിനക്ക് എന്റെ കൃപ മതി. അപ്പം നമ്മൾ ചില സമയത്ത് അത് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി, നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവം പല കാര്യങ്ങളും നമ്മൾക്ക് സാധിച്ചു തരാതെ നോ പറയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇനി അത് ദൈവം തീർച്ചയായിട്ടും പിന്നീട് നന്മയ്ക്കായിട്ട് തീർക്കുന്നുണ്ട്. ജെറമിയ 29:11 എന്താ പറയുന്നത്? കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കണ്ടോ? റോമൻസ് 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എങ്ങനെയുള്ളവർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഇത് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവിടെ ദൈവം ചില കാര്യങ്ങൾ നോ പറഞ്ഞാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും അപ്പോൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. കാര്യം ഫിലിപ്പിയർ 4:13 എന്താ പറയുന്ന? എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ഹിം, ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻ മീ. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ പോയിന്റ്സ്. പിന്നെ പ്രാർത്ഥന കേൾക്കപ്പെടാത്ത സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓർക്കുക. നമ്മൾ എന്തെങ്കിലും തിന്മയുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, അതുപോലെ നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്നത് വിശ്വസിക്കാതെ ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താനായിട്ടാകരുത് ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ വഴികളെയൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ ദൈവഹിതത്തിനനുസരിച്ച് ചോദിക്കുക, മറ്റുള്ളവരോട് ക്ഷമിച്ചുകൊണ്ട് ചോദിക്കുക. പിന്നെ വിശ്വാസം എന്ന് പറയുമ്പോൾ പ്രവൃത്തിയും കൂടി അതിൽ വേണം, അല്ലാതെയുള്ള വിശ്വാസത്തിന് അർത്ഥമില്ല. അതുപോലെ യേശുവിന്റെ നാമത്തിൽ ചോദിക്കണം, യേശുവിലായിരിക്കണം, യേശുവിൽ വസിക്കുക, യേശുവിന്റെ വചനം പാലിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ പ്രാർത്ഥന കേൾക്കപ്പെടുകയുള്ളൂ. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കാത്തിരിക്കുക. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ അവിടെ കാത്തിരിക്കുക. ദൈവം നോ പറയുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ
അത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള മെസ്സേജസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ, എന്നാലേ നിങ്ങൾക്ക് അത് അടുത്തൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. അപ്പം ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.